മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പത്രവാർത്ത നമ്മളെ എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിലല്ല, മധ്യപ്രദേശിലാണെന്ന് മാത്രം. ഒരു കുടുംബം സഞ്ചരിക്കുക, ഭാര്യയും ഭർത്താവും, ഒരു സംഘം കമ്പാർട്ട്മെൻറ്റിലേക്ക് ചാടിക്കയറുന്നു. എന്നിട്ട് അവർ ചെയ്യുന്നതോ, നിങ്ങളുടെ കയ്യിൽ ബീഫുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ അടുക്കളയിൽ കയറൽ മാത്രമല്ല, സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളൊക്കെ സഞ്ചരിക്കുമ്പോൾ സാധാരണ ഒരു ചെറിയ ബാഗ് കയ്യിലുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഈ ബാഗിൽ ബീഫുണ്ടോ എന്ന് പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുക. ആ കുടുംബത്തിന് വലിയ ഉപദ്രവം നേരിട്ടു എന്ന് തന്നെയാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം അസഹിഷ്ണുതയാണ് നമ്മുടെ നാട്ടിൽ ഉയരുന്നത് എന്നതാണ് ഇതിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. RSSഉം സംഘപരിവാറും അവരുടെ അജണ്ടയിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല, അവർ കൂടുതൽ അവരുടെ അജണ്ട ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതിനെതിരെയുള്ള അലംഭാവം, അത് കണ്ടില്ലെന്നടിക്കൽ, അവരുടെ നീക്കങ്ങൾ ശക്തിപ്പെടാനാണ് ഉപകരിക്കുക. കേരളത്തിൽ മതനിരപേക്ഷത ശക്തമാണെങ്കിലും മതനിരപേക്ഷതയെ തകർക്കാനുള്ള നീക്കങ്ങൾ വൻതോതിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധം തീർക്കണമെന്നുമാണ് ഈ സംഭവവും കൂടി നമ്മെ ജാഗ്രതപ്പെടുത്തുന്നത്.